ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പടം ലേഡി മാക്ബത്ത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോയിലേക്ക് പോകാം. ലേഡി മാക്ബത്ത് ഓഫ് ദി മൈസൻസ്കി ഡിസ്ട്രിക്റ്റ് എന്ന നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്ത സിനിമ. മികച്ച സിനിമ ഫോട്ടോഗ്രാഫി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു കാലഘട്ടം അടയാളപ്പെടുത്തുന്നതിൽ ഛായാഗ്രഹണം വിജയിച്ചിട്ടുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയി മുന്നോട്ട് പോകുന്ന ഒരു സ്ക്രീൻ പ്ലേ ആണ് സിനിമയ്ക്ക്. ഒരു പെണ്ണ് അവൾ എന്തിനും തുനിഞ്ഞിറങ്ങിയാൽ എന്താകും അവസ്ഥ? തളക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിന് മോചനം ലഭിച്ചാൽ എന്താണ് സംഭവിക്കുക? പലതും ഉണ്ടാകും, അരുതാത്ത പലതും. ഇത് അങ്ങനെ ഒരു കഥയാണ്. ഇത് ഖാദറിൻ്റെ കഥയാണ്. 80s കഥ നടക്കുന്നത്. സുന്ദരിയായ ഖാദറി, അവളുടെ വിവാഹത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. താല്പര്യമില്ലാത്ത വിവാഹം. തന്നേക്കാൾ ഇരട്ടി വയസ്സുള്ള അലക്സാണ്ടർ ലെസ്റ്ററെ ആണ് ഖാദറിൻ വിവാഹം കഴിക്കുന്നത്. പ്രമാണിയായ അലക്സാണ്ടർ, ഒപ്പം കർക്കശക്കാരനായ യാഥാസ്ഥികനായ അയാളുടെ അച്ഛൻ ബോറിസ്, പിന്നെ കുറച്ച് വേലക്കാരും മാത്രമുള്ള വലിയ വീട്ടിലേക്കാണ് അവൾ വിവാഹിതയായി വരുന്നത്. വിവാഹിതയായെങ്കിലും അവളുടെ ശാരീരിക ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാൻ അലക്സാണ്ടറിന് താല്പര്യം ഇല്ലായിരുന്നു. ലൈംഗിക താല്പര്യം പോലും അയാൾക്കില്ലായിരുന്നു. അവളുടെ നഗ്നത ആസ്വദിച്ചുകൊണ്ട് ഉറങ്ങുക, അതായിരുന്നു രീതി. ആ വീട്ടിലെ നിർബന്ധിത ചിട്ടകൾ അവളെ അസ്വസ്ഥയാക്കിയിരുന്നു. ഒരു ദിവസം ഭർത്താവും അച്ഛനും ദൂരെ കമ്പനി ആവശ്യത്തിന് പോയ സമയം. കുറേ കാലത്തിനു ശേഷം അവൾ അന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ലഹരി അറിഞ്ഞു. പുറം കാഴ്ചകൾ കാണുന്നതിനിടയിൽ തൻ്റെ വേലക്കാരി അന്നയെ ഒരു പറ്റം ചെറുപ്പക്കാർ ഉപദ്രവിക്കുന്നത് കാണുന്ന അവൾ അന്നയെ രക്ഷിക്കുന്നു. അതിനിടയിൽ അക്കൂട്ടത്തിലുള്ള സെബാസ്റ്റ്യൻ എന്ന ചെറുപ്പക്കാരനോട് താല്പര്യം ഉണ്ടാകുന്നു. ഒരു രാത്രി തന്നെ കാണാനായി സെബാസ്റ്റ്യൻ അവളുടെ വീട്ടിൽ എത്തുന്നതോടെ അവർക്കിടയിലുള്ള ബന്ധം തീവ്രമാകുന്നു. പിന്നെ നിരന്തരം കണ്ടുമുട്ടലുകളായി, ബന്ധപ്പെടലായി, അങ്ങനെ ആ ബന്ധം മുന്നോട്ടു പോയി. വേലക്കാരി അന്ന ഇതെല്ലാം കാണുന്നുണ്ടെങ്കിലും അവൾ ദുർബലയായിരുന്നു. സെബാസ്റ്റ്യനുമായുള്ള ബന്ധം അവൾക്ക് ഒരു പുതിയ ശക്തി, ഉണർവ് ഒക്കെ നൽകി. പതിയെ എന്തിനും പോന്നവളായി അവൾ മാറി. തൻ്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി എന്തും ചെയ്യുമെന്ന നിലയിൽ അവൾ വളർന്നു. ആരെയും കൂസാത്തവൾ. പതിയെ ഒരു അധികാരഭാവം അവളിൽ പൊങ്ങി വന്നു. ഇതിനെല്ലാം വേണ്ടി അവൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ടു പോകുന്നത്. അത് കണ്ടു തന്നെ അറിയുക. ഖാദറിൻ്റെ ശരീരം സൗന്ദര്യം കാണിക്കുന്ന കുറച്ച് സീനുകളുണ്ട്, ഒപ്പം സെബാസ്റ്റ്യനുമായുള്ള കുറച്ച് സീനുകളും. അതുകൊണ്ട് 80+ പരിഗണിക്കുക. ആരും നോക്കിയിരുന്നു പോകുന്ന അംഗലാവണ്യം എന്നൊക്കെ പറയാറില്ലേ, അതാണ് ഖാദറി. മികച്ച നിരൂപക പ്രശംസ നേടിയ ചിത്രം. നല്ലൊരു ഫീൽ ഈ ചിത്രം നൽകുന്നുണ്ട്. കണ്ടു നോക്കുക ലേഡി മാക്ബത്ത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. ബൈ.